ഈശോയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയരെ, ഷാലോം ഫെലോഷിപ്പ് നൈറ്റിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. ഷാലോമിൻ്റെ SPF അംഗങ്ങളും റോസറി ഫെലോഷിപ്പ് അംഗങ്ങളും ഷാലോമിൻ്റെ വീവേഴ്സും റീഡേഴ്സും എല്ലാവരും സംയുക്തമായിട്ട് ഒന്നുചേരുന്ന ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വലതുകരടുത്ത് നമുക്ക് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശെന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രാത്രി വലിയ അനുഗ്രഹത്തിൻ്റെ കൃപയുടെയും രാത്രിയാണ്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് വെറുതെയല്ല. റോമാലേഖനം 8:28 വചനം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ് പ്രിയമുള്ളവരെ. നിന്റെ ജീവിതത്തിലെ സകലവും ദൈവം നന്മയ്ക്കായിട്ട് രൂപപ്പെടുത്തുകയാണ്, രൂപാന്തരപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ മാരകമായ ഒരു രോഗത്തിന് അടിമയായിരിക്കാം നീ. ദൈവം ആ രോഗത്തെ നന്മയായി പരിണമിപ്പിക്കും. നമ്മൾ വിശ്വസിക്കേണ്ടത്, ഇന്ന് ഞാൻ കടന്നു പോകുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളെ ദൈവം നന്മയായിട്ട് മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ കുറിച്ച് വ്യസനിക്കുന്നവരുണ്ട്, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ വിശ്വാസരാഹിത്യ ജീവിതത്തെക്കുറിച്ച്, അല്ലെ മക്കളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് വലിയ കടഭാരം. ഒരുപക്ഷെ ജപ്തി നോട്ടീസ് കയ്യിൽ കിട്ടിയിരിക്കും. രോഗം കൊണ്ട് തളർന്നു പോയ വ്യക്തിയായിരിക്കും. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. ആർക്കും രക്ഷിക്കാൻ പറ്റുന്നില്ല. പലരും പറയുന്നു കഴിഞ്ഞു, സാഹചര്യം വഴി അടഞ്ഞു. എല്ലാവരും പറയുന്നത് ഇനി നിനക്ക് ഉണർന്നെഴുന്നേൽക്കുവാനോ മുന്നോട്ട് പോകുവാനോ സാധ്യതയില്ല എന്ന് ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാകാം. നിന്റെ കുടുംബാംഗങ്ങൾ പ്രകാരം ചില വിഷയങ്ങളിൽ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ അതെല്ലാം വിസ്മരിച്ച് ഈ രാത്രി ദൈവം എന്നോട് പറഞ്ഞത്, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത്, അവൻ പറയുകയാണ്, സകലതും സകലതും ഞാൻ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, വലിയൊരു പ്രതിസന്ധി ആയിരിക്കാം. മാനുഷികമായിട്ട് ഒരു പരിഹാരമാർഗവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. നമ്മളെ ഈ ലോകത്തിന്റെ അധികാരികൾക്കോ സമൂഹത്തിലെ നേതാക്കന്മാർക്കോ കുടുംബാംഗങ്ങൾക്കോ ആർക്ക് സഹായിക്കാൻ പറ്റാത്ത വിധം കെണിയിൽ അകപ്പെട്ടവരുണ്ട്, തകർച്ചയിൽ വീണുപോയവരുണ്ട്, പരാജയത്തിൽ ഇരിക്കുന്നവരുണ്ട്, കരഞ്ഞ് കരഞ്ഞ് തളർന്ന ജീവിതങ്ങളുണ്ട്. എന്നാൽ ദൈവം പറയുക, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നോട് ഈശോ ഈ രാത്രിയിൽ നിന്റെ പ്രശ്നത്തെ നോക്കി വ്യക്തിപരമായിട്ട് ദൈവം പറയാണ്, ഞാനതിനെ നിന്റെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. ഞാനതിൽ നിന്ന് ഒരു നന്മയെ ഉളവാക്കും. ആ തകർച്ചയിൽ നിന്ന്, ആ പരാജയത്തിൽ നിന്ന്, ആ പിന്മാറ്റ വഴികളിൽ നിന്ന് ഇതാ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ രാത്രി ദൈവത്തിന്റെ നന്മ കടന്നു വരാൻ പോകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരാൻ പോകുന്നു. ദൈവത്തിന്റെ കൃപ ഇറങ്ങാൻ പോകുന്നു. അത് നിന്റെ രോഗത്തിന്റെ മേലാകാം, നിന്റെ തകർച്ചയുടെ മേലാകാം, നിന്റെ ബാധ്യതയുടെ മേഖലാകാം, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലാകാം. ദൈവം ഒരു നന്മ അയക്കുന്നു. ഒരു നന്മ കടന്നു വരുന്നു, ഒരു അനുഗ്രഹം കടന്നു വരുന്നു, ഒരു കൃപ കടന്നു വരുന്നു, ഒരു അഭിഷേകം കടന്നു വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ നന്മയെ സ്വീകരിക്കുവാൻ ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുക. മനുഷ്യന്റെ വാക്കുകളെ നമ്മൾ വിസ്മരിക്കുക. എത്ര പ്രിയപ്പെട്ട വ്യക്തി പറഞ്ഞായിക്കോട്ടെ, ആ നെഗറ്റീവ് വാക്കില് കടിച്ചു തൂങ്ങി നിന്റെ ജീവിതം താഴ്ചയിലേക്ക് വല്ല കൊണ്ടുപോകണ്ട. മറിച്ച് എൻ്റെ ദൈവം എന്താ പറഞ്ഞത്? ദൈവം പറഞ്ഞു, ഇതാ മോനെ മോളെ, ഇത് നന്മയായി മാറാൻ പോകുക.
ഇത് നിന്റെ ജീവിതത്തിൽ ഒരു നന്മയെ ഉളവാക്കാൻ പോകുക, ഒരു നന്മ കടന്നു വരാൻ പോകുക, ഒരു അനുഗ്രഹം. അത് മക്കളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, എല്ലാ മേഖലയിലും, നിങ്ങളുടെ സാമ്പത്തിക, ഭൗതിക, ആത്മീയ മണ്ഡലങ്ങളിലേക്ക് ഈ നന്മ കടന്നു വരാൻ പോകുക. അത് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് ഞാൻ പറയട്ടെയോ, ഈ രാത്രി വലിയ കാര്യങ്ങൾ സംഭവിക്കും. വലിയ കാര്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരൊറ്റ കാര്യം ദൈവം പറയുന്നു, നിനക്കിത് വിശ്വസിക്കാമോ? ഞാൻ നന്മ ഉളവാക്കുന്നവനാണെന്ന് നിന്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ നോക്കി നിനക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ഒരു നന്മയ്ക്കും. അത് വിശ്വസിക്കുക. 2, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക. മനുഷ്യരിലല്ല, സാഹചര്യങ്ങളിലല്ല, മറിച്ച് ദൈവത്തിലേക്ക് നോക്കുക. 125-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വചനം പറയുന്നതാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം. കാലാവസ്ഥയുടെ പ്രതികൂലം പർവ്വതത്തെ തകർത്തില്ല. യുദ്ധങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ ആ പാറയെ തകർത്തില്ല. പ്രിയമുള്ളവരെ, ആ പാറ പോലെയാണ് നീ കർത്താവിൽ ആശ്രയിച്ചാൽ ആർക്കും നിന്നെ തകർക്കാൻ പറ്റില്ല, ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. നിന്റെ മേൽ ദൈവം ഒരു കൃപ അയക്കും, ഒരു അഭിഷേകം അയക്കും, ഒരു അനുഗ്രഹം, അഭിഷേകം, ശക്തി കടന്നു വരും. ദൈവ നന്മയ്ക്കായി പരിണമിക്കുന്ന ദൈവസന്നിധിയിൽ എൻ്റെ പ്രിയരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കണ്ണുകൾ അടച്ച്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രശ്നം എന്താണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല അറിയാവുന്നത്, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇന്ന് വിളിച്ച നിന്റെ ദൈവത്തിനും അറിയാം നിന്റെ പ്രശ്നം എന്താണ്. അവിടേക്കാണ് ഇന്ന് യേശു ഇടപെടാൻ പോകുന്നത്. അവിടേക്കാണ് ദൈവശക്തി കടന്നു വരാൻ പോകുന്നത്. അവിടെയാണ് ദൈവം കൈവെക്കുന്നത്. അവിടെയാണ് ആത്മാവ് ഇറങ്ങുന്നത്. അവിടെയാണ് ദൈവശക്തി വെളിപ്പെടുന്നത്. ആ ബോധ്യത്തോടെ കരമൊന്ന് തുറന്നു പിടിച്ച് നമുക്ക് ആ യേശുവിനെ ഒന്ന് ആരാധിക്കാം. ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ആരാധിക്കുക. സങ്കടങ്ങളെ ഓർത്ത് ആരാധിക്കുക. പരാജയങ്ങൾ, തകർച്ചകളെ ഓർത്ത് ആരാധിക്കുക. ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈശോയേ, നിന്റെ മക്കളുടെ കൃപ വ്യാപരിക്കട്ടെ, കൃപ ഇറങ്ങട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. തളർന്നുപോയ ജീവിതങ്ങൾ ബലം പ്രാപിക്കട്ടെ, ദുഃഖപീഠകൾ മാറട്ടെ, ആത്മാവിൽ ആനന്ദം നിറയട്ടെ, ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ, രോഗികൾ ചാടിയെഴുന്നേൽക്കട്ടെ, തകർച്ചകൾ മാറട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ, ഈശോയേ, അവിടെ ഉളവാക്കുന്ന നന്മയെ ഓർക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടെ നൽകാൻ പോകുന്ന നന്മയെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. സേവയൊന്നാണൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ചേർന്ന് പാടാം. അവന്റെ ജീവൻ നമുക്കായി തന്നവൻ, ആ കർത്താവിനെ നമുക്കൊന്ന് ഓർക്കാം. ജീവനെ നമുക്ക് പകരമായി സ്വന്തം തന്നവൻ. നമ്മുടെ ഏതെങ്കിലും ജീവിത പരാജയങ്ങളിൽ, സങ്കടങ്ങളിൽ അവിടുന്ന് നമ്മളെ കൈയൊഴിയുമോ?
ആ ദൈവം നമ്മെ കൈയൊഴിയില്ല. ജീവനെ തന്നവൻ, ജീവനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിച്ച കർത്താവ്, അവൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ചേർന്ന് നിൽക്കുന്നവനാണ്, തള്ളിക്കളയാത്തവനാണ്, മാറ്റി നിർത്താത്തവനാണ്, അവഗണിക്കാത്തവനാണ്. ആ കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടി കരമൊന്ന് തുറന്ന് സ്നേഹത്തോടെ ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ എന്റെ യേശുവേ, എന്റെ ഈശോ, യേശുവേ യേശുവേ, നീ എന്നിലേക്ക് വന്നതിനായി നന്ദി പറയുന്നു ഈശോ. നിന്റെ സാന്നിധ്യം എന്റെ കുടുംബങ്ങളിൽ നിറയുന്നതിനായി നന്ദി. എന്റെ പ്രയത്നങ്ങളിൽ അങ്ങയുടെ ശക്തി വെളിപ്പെടുന്നതിനോർത്ത് നന്ദി. ഹല്ലേലൂയ, ഈശോ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായി നമുക്കിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കുമെല്ലാം ഇറങ്ങി വരുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈശോ പറഞ്ഞില്ലേ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ടായിരിക്കും. നമ്മൾ ഒറ്റയ്ക്കല്ല. ഈ രാത്രിയിൽ ഒരു വലിയ കൂട്ടായ്മയോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു വലിയ കൂട്ടായ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മളോട് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വലിയ വിശ്വാസത്തോടെ, വലിയ സ്നേഹത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ഉയർത്താം. എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം, എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് കൊടുക്കാം. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്കായിട്ട് തുറന്നു കിട്ടും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിലുള്ള രോഗപീഠകളിലൂടെ അങ്ങയുടെ മക്കൾ ഈ കാലഘട്ടങ്ങളിൽ കടന്നു പോകുന്നു. ചികിത്സിച്ചിട്ടും യാതൊരു ഫലമില്ലാതെ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയ അനേക മക്കളുണ്ട്. കർത്താവ്, ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി കയ്യിലുള്ളത് മുഴുവനും ചെലവഴിച്ച് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയ ജീവിതങ്ങളുണ്ട്. കർത്താവെ, നിന്റെ തിരുമുൻപിൽ ഒരു സൗഖ്യത്തിനു വേണ്ടി കേഴുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് കരുണയോടെ കാണണമേ. അങ്ങയുടെ വലം കൈ അവർക്കായിട്ടൊന്ന് ഈ രാത്രിയിൽ അവിടുന്ന് നീട്ടണമേ. ഈശോ, അങ്ങയുടെ സന്നിധിയിലേക്ക് സൗഖ്യത്തിനു വേണ്ടി യാചിച്ച, സൗഖ്യത്തിനു വേണ്ടി കടന്നു വന്ന ഒരു മകനെയും മകളെയും അവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ലല്ലോ. വിശ്വാസത്തോടെ എല്ലാ രോഗികളെയും ഈ നിമിഷങ്ങളിൽ ഈശോ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി അവിടുത്തെ സൗഖ്യത്തിനു വേണ്ടി, അവിടുത്തെ കരുണാ കടാക്ഷത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് അങ്ങേ ആരാധിക്കുന്നു. സൗഖ്യപ്പെടുത്തണമേ ഈശോയെ. നിന്റെ നാമശക്തി വെളിപ്പെടട്ടെ കർത്താവേ. കിടപ്പ് രോഗികളെ സ്പർശിക്കണമേ. വൈദ്യശാസ്ത്രം കൈവിട്ടവരെ തൊടണമേ കർത്താവേ. നിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. സാത്താൻ കൊണ്ടുവന്ന രോഗപീഠകൾ മാറിപ്പോട്ടെ. പാരമ്പര്യ രോഗങ്ങൾ മാറട്ടെ. മാനസിക ദുർപീഠകൾ മാറിപ്പോട്ടെ. യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം. ചെറുതും വലുതുമായി ഇത് നമ്മൾ അനുഭവിക്കുന്ന രോഗത്തിന്റെ എല്ലാ പീഡകളെയും എല്ലാ കെട്ടുകളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഈശോയുടെ അരികിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ സൗഖ്യപ്പെടുത്തും, അവിടുന്ന് നമ്മെ വിടുവിക്കും, അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തും. Hallelujah.
അങ്ങയുടെ തിരുമുമ്പിൽ ഈ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സാമ്പത്തികമായ വേദനകളിലൂടെ, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ലോൺ എടുത്തിട്ട് അത് തിരിച്ചു വീട്ടാൻ പറ്റാതെ ജപ്തിയുടെ ഭീഷണിയിൽ കഴിയുന്ന അനേക മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വരുമാന മാർഗമില്ലാതെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, മക്കളുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റണമെന്നറിയാതെ ഒരുപാട് വിഷമിക്കുന്ന മക്കളുണ്ട്. കടമെടുത്തിട്ട് അത് വീട്ടുവാനായി വീണ്ടും വീണ്ടും കടമെടുത്ത് കർത്താവെ കടത്തിന്റെ തീരാ കുടുക്കിൽ പെട്ടുപോയ മക്കളുണ്ട്. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല സമ്പത്തിന്റെയും ഉടയവനായ ഈശോ, അവിടുന്ന് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ കരമൊന്ന് നീട്ടണമേ. സാമ്പത്തിക മേഖലയിൽ ഒരു പുതിയ വഴി കർത്താവെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് തുറന്നു കൊടുക്കണമേ. ബിസിനസ് തകർന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാർഷിക പ്രതിസന്ധി അനുഭവിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, ജോലി മേഖലയില് വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, കുടുംബത്തിന്റെ അനുദിന ആവശ്യങ്ങള്, മക്കളുടെ പഠനം, ജോലി, വിവാഹം ഇവയ്ക്കൊന്നും വേണ്ടി കർത്താവെ സമ്പത്തില്ലാതെ വിഷമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അവരുടെ വേദനകളിലേക്കും അവരുടെ പ്രതികൂലങ്ങളിലേക്കും ഈശോയെ നീ ഒന്ന് കടന്നു വരണമേ. ഈശോയെ, അവിടുന്ന് ഒന്ന് കടന്നു വരണമേ, അവിടുന്ന് ഒന്ന് ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ, ഈശോയെ, ഞങ്ങൾ അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ അവിടുത്തെ മക്കൾക്ക് വേണ്ടി അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, 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 ഈശോയെ, ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും അവർക്ക് ആവശ്യമുള്ളത് കർത്താവേ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോ, 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 ഈശോ. വിശ്വാസത്തോടെ പാടാം. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയെ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയെ തന്നെ നടക്കും. പ്രിയമുള്ളവരെ, ഷാലോം ഫെലോഷിപ്പ് നൈറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഓൺലൈനിലൂടെ നിങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഷാലോമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഷാലോമിൻ്റെ പ്രിയപ്പെട്ട പ്രാർത്ഥനാ ശുശ്രൂഷകർ ഈ രാത്രി ഇതാ നിങ്ങൾക്ക് വേണ്ടി ഉണർന്നിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി അവർ നിലവിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങളുടെ കണ്ണുനീരിന് സ്വർഗമൊരു മറുപടി തരുവാൻ അവർ നിങ്ങൾക്ക് വേണ്ടി ഈ കൂട്ടായ്മയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ കടന്നു വരുന്ന ഒരു പ്രയർ റിക്വസ്റ്റിൽ അനേകം മക്കൾ ഇതാ അവരുടെ കുടുംബ തകർച്ചയോർത്ത് കണ്ണീരോടെ വേദനയോടെ അവർ പ്രാർത്ഥന ചോദിച്ചു കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോയവര്, അനേക വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ജീവിത പങ്കാളിയെക്കുറിച്ച് വേദനിച്ചവര്, ഇന്നും മക്കളെ ഓർത്ത് നിലവിളിക്കുന്നവര്, അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക, ജീവിതം തന്നെ മടുത്തുപോയ ധാരാളം മക്കള് പ്രിയമുള്ളവരെ നമ്മളുടെ ഇടയിലുണ്ട്. അവർ നമ്മളോട് പ്രാർത്ഥനാ സഹായം തേടുക. അവരെ നമുക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കാം.
ഒത്തിരി കുടുംബങ്ങളില് സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഈശോ കുടുംബത്തിലില്ല. നിരന്തരം വഴക്ക്, കലഹങ്ങള്, അസ്വസ്ഥതകള്, ശാപവാക്കുകള്. മക്കൾ വഴിതെറ്റിപ്പോകുന്നു. കാരണം അവർക്ക് കുടുംബത്തിൽ സ്വസ്ഥതയില്ല. അവർ ഭവനത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെയും ലോകത്തിലേക്ക് ചിലരെല്ലാം വഴുതി വീഴുവാൻ നമ്മുടെ കുടുംബത്തിലെ തകർച്ച കാരണമായിട്ടുണ്ടോ? ഈശോയെ ഈ രാത്രിയിൽ വിളിക്കണം. പ്രിയമുള്ളവരെ, സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നവൻ, ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നവൻ, പത്രോസിന്റെ അമ്മായിയമ്മയുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന യേശു ഈ രാത്രിയിൽ തകർന്ന കുടുംബങ്ങളെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടി ഇതാ ശാലോം പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഞങ്ങളോട് ചേർന്ന് കരമുയർത്തുക. ലോകത്തെ തകരുന്നവർക്ക് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടി ഈ രാത്രിയിൽ അവർ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടണം. അവന്റെ ശക്തി കുടുംബത്തിൽ ഇറങ്ങണം. ഹല്ലേലൂയ. ഈശോയേ, യേശുവേ, യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബങ്ങളിലേക്ക് വരണമേ. സമാധാനം വേണം കർത്താവേ. ശാന്തി വേണം കുടുംബത്തിൽ. ഐക്യം വേണം കർത്താവേ. കൂട്ടായ്മയുടെ അനുഭവം വേണം കർത്താവേ. കുടുംബ പ്രാർത്ഥനകൾ ആരംഭിക്കണം ദൈവമേ. അങ്ങേ ഗൗരവമായി എടുക്കുന്ന കുടുംബങ്ങൾ രൂപം കൊള്ളട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഈശോയേ, ഈശോ, ഈശോ, ഈശോ. കർത്താവിന്റെ സന്നിധിയിൽ ഈ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ എല്ലാ യുവജനങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ രാത്രിയിൽ അനേക മാതാപിതാക്കന്മാർ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും യുവതി യുവാക്കളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അവരെല്ലാം സ്നേഹത്തോടെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ ആവശ്യങ്ങളെ നമുക്ക് കൊടുക്കാം. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളിതാ കടന്നു വരുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ യുവതലമുറയ്ക്ക് വേണ്ടി എൻ്റെ വലിയ കാരുണ്യം ഞങ്ങളിപ്പോൾ ചോദിക്കുന്നു. കർത്താവെ, പലരും പറയുന്നത് അവർക്ക് ജോലിയില്ല, വിദ്യാഭ്യാസം പലർക്കും കണ്ടിന്യൂ ചെയ്യുവാൻ പറ്റുന്നില്ല. ഒരു നല്ല ഭാവിക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ചിട്ട് ലക്ഷ്യബോധത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. ഇത്തിരി തകർന്ന ബന്ധങ്ങളിലൂടെ കർത്താവെ നാളുകളിലെ മക്കൾ കടന്നു പോകുന്നു. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത രീതിയിൽ വലിയ അന്ധത കർത്താവെ പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നു. പല പ്രലോഭനങ്ങളിൽ കർത്താവേ ഞങ്ങളുടെ മക്കൾ പെട്ടുപോകുന്നു. ഈശോയെ, അനേക കുടുംബങ്ങൾ ഈ രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ മക്കൾക്ക് വേണ്ടി. ദൂരദേശത്ത് പഠിക്കുന്ന മക്കളെ കർത്താവെ സമർപ്പിക്കുന്നു. ജോലിക്ക് വേണ്ടി ദൂരങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്ന മക്കളെ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു. അവർ സുരക്ഷിതരായിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളുടെ ജീവിതാന്തസ്സിനു വേണ്ടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവെ ഈ രാത്രിയിൽ അനേകര് ഈ സമയങ്ങളിൽ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോ, നിന്റെ തിരുമുമ്പിലേക്ക് ഈ യാചനകളെല്ലാം ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. കർത്താവേ, ദൈവമേ, അങ്ങേക്ക് അവരെങ്ങനെയാണെങ്കിലും അവരെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുമല്ലോ. കർത്താവേ, അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈ രാത്രിയിൽ അവിടത്തേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുമല്ലോ. നീ ഞങ്ങൾക്ക് സമീപസ്ഥനായ ദൈവമാണല്ലോ. കർത്താവേ, ഞങ്ങളിതാ ഞങ്ങളുടെ മക്കളുടെ അരികിലേക്ക്, ഞങ്ങളുടെ യുവജനങ്ങളുടെ അരികിലേക്ക്, ദൂരങ്ങളിൽ ഉള്ളവരുടെ അരികിലേക്ക് അങ്ങേ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്നു. കർത്താവേ, ഈശോയെ, കടന്നു വരണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ മുൻപിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കളുടെ പ്രാർത്ഥനകൾക്ക് നേരെ കർത്താവേ ഈ രാത്രിയിൽ അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ യുവതി യുവാക്കളെയും നമുക്ക് സമർപ്പിക്കാം. രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് കൊടുക്കാം. അവർ കുടുംബത്തിന് അനുഗ്രഹമായി മാറട്ടെ, സഭയ്ക്ക് അനുഗ്രഹമായി മാറട്ടെ, രാഷ്ട്രത്തിന് അനുഗ്രഹമായി മാറട്ടെ. അവർ ചെല്ലുന്ന ദേശങ്ങൾ അവരിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ അങ്ങേ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഞങ്ങളുടെ മക്കൾ മാറട്ടെ. തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയവരുണ്ടെങ്കിൽ കർത്താവേ അവിടുന്ന് വലിയ വിമോചനം കൊടുക്കണമേ. ഈശോയെ, നൽകണമേ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നദിയായി ഒഴുകണമേ. ഓ പരിശുദ്ധാത്മാവേ, നീ പോലെ ഇറങ്ങണമേ, ശക്തമായ അഭിഷേകം നൽകണമേ. പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ, തീ പോലെ, തീ പോലെ ഇറങ്ങണമേ. യേശുവേ, തീ പോലെ, തീ പോലെ, തീ പോലെ ഇറങ്ങണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലർക്കും ദൈവത്തെക്കുറിച്ച് പരാതിയുണ്ട്. അതിന് നിങ്ങൾക്ക് ന്യായമായ കാരണങ്ങളുമുണ്ട്. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്, നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, വിശുദ്ധമായി ഒരു ജീവിതം കഴിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തിൽ നിരന്തരമായി ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമാണ് അനുവദിക്കുന്നത്. പലരുടെയും ഒരു വേദന ഇതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അകാലത്തിൽ മരണമടഞ്ഞതിൻ്റെ വേദന എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കുമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അല്ലെങ്കിൽ മകൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ്, ഭാര്യ, അപ്പൻ, അമ്മ, ഇവരൊക്കെ അകാലത്തിൽ മരണമടയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്തുകൊണ്ട് ഇത് അനുവദിച്ചു? ഈ രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് ഉത്തരം തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അകാലത്തിൽ മരണമടഞ്ഞ മകനെക്കുറിച്ചുള്ള വേദനയിൽ ജീവിച്ച ഒരു അമ്മയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ. ആ അമ്മയുടെ പേര് മേരി എന്നാണ്. മകൻ്റെ പേര് വില്യം വൈറ്റിംഗ് എന്നാണ്. അവൻ 25-ാം വയസ്സിൽ മരണമടഞ്ഞു. അവൻ അമേരിക്കയിലെ ഷിക്കാഗോയിൽ കോടീശ്വര ദമ്പതികളുടെ മകനായിട്ടാണ് ജനിച്ചത്. അപ്പൻ വലിയ ബിസിനസ്സുകാരനാണ്. സ്വാഭാവികമായിട്ടും ഏതൊരു പിതാവിനും ഉണ്ടാകുന്ന ഒരു ആഗ്രഹം വില്യമിനെക്കുറിച്ച് അപ്പനുണ്ടായിരുന്നു. അവൻ പ്രായമാകുമ്പോൾ അവൻ എൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവന് പ്രായമായപ്പോൾ വില്യമിനെ വിളിച്ചു പറഞ്ഞു, നീ ബിസിനസ് ഏറ്റെടുക്കണം, അതിനു മുമ്പ് നിനക്കൊരു ലോക പരിചയം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി നിന്നെ ഒരു ലോക പര്യടനത്തിന് ഞാൻ അയക്കുകയാണ്. അങ്ങനെ ഈ കോടീശ്വരനായ പിതാവ് ഇവനെ ഒരു ലോക പര്യടനത്തിന് അയച്ചു. അവൻ്റെ കൂട്ടിനായി ഒരു ഗൈഡിനെയും കൂട്ടിനായി അയക്കുകയാണ്. ഇവനിങ്ങനെ ദേശങ്ങളും രാജ്യങ്ങളും എല്ലാം സന്ദർശിച്ച് അവസാനം ഏഷ്യയിലെത്തി. ഏഷ്യയിലെത്തിയപ്പോൾ അവൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ആ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഏഷ്യയിലെ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും കഷ്ടപ്പാടും അവൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. സമ്പന്നതയുടെ മടിത്തട്ടിൽ കിടന്ന് വളർന്ന അവന് ഇത് വലിയ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. മാത്രവുമല്ല, ഇവർ രക്ഷകനായ യേശുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത അവന് വലിയൊരു വേദനയുളവാക്കി. അവിടെ വെച്ച് അവൻ മനസ്സിലൊരു തീരുമാനമെടുത്തു. ഏഷ്യയിലെ ജനങ്ങൾക്ക് വേണ്ടി, യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു മിഷണറിയായി എൻ്റെ ശേഷിച്ച കാലം ജീവിക്കുമെന്ന തീരുമാനം അവിടെ വെച്ച് തന്നെ അവനെടുത്തു. യാത്ര പൂർത്തിയാക്കി അവൻ വീട്ടിൽ തിരിച്ചു വന്നു. വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അപ്പൻ അവനോട് പറഞ്ഞു, ഇനി നീ എൻ്റെ ബിസിനസ് ഏറ്റെടുക്കുവാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. അപ്പോൾ വില്യം പറഞ്ഞു, പിതാവേ, എനിക്ക് ബിസിനസ് ഏറ്റു നടത്തുവാനുള്ള ഒരു മനസ്സില്ല, ഞാനൊരു മിഷണറിയായി തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയായിരുന്നത്. അപ്പൻ പറഞ്ഞു, നീ ഒരു മിഷണറിയായി പോകുന്നെങ്കിൽ നിനക്ക് ഓരോ ഡോളർ പോലും ഞാൻ തരികയില്ല.
വെറും കൈയോടെ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരും. അന്ന് രാത്രിയിൽ അവൻ യേശുവിൻ്റെ അടുത്തിരുന്ന് അവൻ്റെ വേദനകളും അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ ദുഃഖവും പങ്കുവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ബൈബിൾ തുറന്ന് ഒരു കടലാസിൽ അവൻ ഇപ്രകാരം കുറിച്ചു വെച്ചു: യേശുവേ, അവിടുന്നാണ് എൻ്റെ സമ്പത്ത്, എനിക്ക് മറ്റൊരു കരുതൽ ധനം വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് അവനെ വിളിച്ചു പറഞ്ഞു, ഏതായാലും നീ മിഷണറി ആകാൻ തീരുമാനിച്ചവനല്ലേ, ഒരു കാര്യം ചെയ്യ്, കോളേജിൽ പോയി ഡിഗ്രി എടുത്ത് അതിനുശേഷം നീ ഒരു തീരുമാനമെടുക്കുക. അങ്ങനെ പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവൻ അമേരിക്കയിലെ പ്രസിദ്ധമായ യേൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദ പഠനത്തിന് ചേർന്നു. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴും അവൻ്റെ മനസ്സിലുള്ള ആ സ്വപ്നം ഒരിക്കലും പൊലിഞ്ഞിരുന്നില്ല. അവിടെയുള്ള അനേക യുവാക്കളെ ചേർത്തുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അവൻ ഫോം ചെയ്തു. അങ്ങനെ അവൻ്റെ പ്രാർത്ഥനയിലൂടെ അവൻ്റെ അധ്വാനത്തിലൂടെ അനേക യുവജനങ്ങൾ യേശുവിനെ അറിയുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രവുമല്ല, അവൻ്റെ ഓർമ്മയുണ്ട്, ഏഷ്യയിലെ രാജ്യങ്ങളിലെ ആ ജനങ്ങളുടെ ദാരിദ്ര്യം കണ്ടപ്പോൾ പാവപ്പെട്ടവനെ സഹായിക്കണം എന്നുള്ള ഓർമ്മ അവൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അങ്ങനെ ദരിദ്ര രാജ്യങ്ങളിലെ പാവപ്പെട്ടവരെ സഹായിക്കുവാൻ വേണ്ടി അവനൊരു ഫണ്ടുണ്ടാക്കി. ഏൽ ഹോപ്പ് മിഷൻ എന്നൊരു സംഘടന രൂപീകരിച്ചു. അവൻ അധ്വാനിച്ചു അതിനുവേണ്ടി ഫണ്ടുണ്ടാക്കുവാൻ. അവൻ്റെ അപ്പൻ നൽകിയ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും അവൻ ഈ പാവങ്ങളെ സഹായിക്കുവാനായിട്ട് വിനിയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ ഡിഗ്രി പൂർത്തിയാക്കി. അവൻ അപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, നീ ഒരു കാരണവശാലും ഒരു മിഷണറിയായി പോകുവാൻ പാടില്ല. കാരണം നീ നിൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ്. നിനക്കിഷ്ടം പോലെ സമ്പത്തുണ്ട്, നിൻ്റെ ഭാവി ശോഭനമാണ്. നീ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിന്നെ സപ്പോർട്ട് ചെയ്യും. അവൻ്റെ തീരുമാനത്തിൽ മാറിയില്ല. അന്ന് രാത്രിയിൽ അവൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ശക്തി തരണമേ, മുന്നോട്ട് പോകാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ബൈബിളെടുത്ത് അവൻ ആദ്യം എഴുതിയ ആ കടലാസിൽ 2 എന്ന നമ്പറിട്ട് അവൻ എഴുതി, പിൻവാങ്ങുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. പിൻവാങ്ങുവാൻ സാധ്യമല്ല. എത്ര പ്രതിസന്ധി ഉണ്ടായാലും എത്ര എതിർപ്പുണ്ടായാലും ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന്, യേശുവിനായി ജീവിക്കണമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയില്ല എന്ന തീരുമാനം അവനെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ബൈബിൾ പഠിക്കുവാനായി അവനൊരു തിയോളജിക്കൽ കോളേജിൽ ചേർന്നു. 3 വർഷം ബൈബിൾ പഠിച്ചു. അതിനുശേഷം അവൻ്റെ ആഗ്രഹം ചൈനയിൽ സുവിശേഷം അറിയിക്കണം എന്നുള്ളതാണ്. ചൈനയിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി അവൻ അറബിക്ക് പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ അറബിക്ക് പഠിക്കുവാനായിട്ട് അവൻ ഈജിപ്തിലേക്ക് യാത്രയായി. കൂടെ അവൻ്റെ അമ്മ മേരിയും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ച് അവൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി അവന് മാരകമായ ഒരു പനി പിടിച്ചു. അതവൻ്റെ തലച്ചോറിനെ ബാധിച്ചു. മെനിഞ്ചൈറ്റിസ്, തലച്ചോറിനെ ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ബാധിച്ചു. അവൻ്റെ അമ്മ മകന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. പക്ഷേ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആ മകൻ ഈജിപ്തിൽ വെച്ച് മരണമടയുകയാണ്. ഇതെല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായി. ഇവനൊരു കോടീശ്വര മകനായതുകൊണ്ടും ഈ തരത്തിലുള്ള വ്യത്യസ്തമായൊരു തീരുമാനമെടുത്തത് കൊണ്ടും അമേരിക്കയിലെ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം ഇവൻ്റെ മരണവാർത്ത, അകാലത്തിലുള്ള മരണവാർത്ത വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. എല്ലാവരും ചോദിച്ചു, ഇതെന്തൊരു ദൈവമാണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിച്ച ഈ മകനെ എന്തുകൊണ്ട് ദൈവം അകാലത്തിൽ വിളിച്ചു? എന്തുകൊണ്ട് ഇവനിങ്ങനെ ഒരു ദുരന്തമുണ്ടായി എന്ന് എല്ലാവരും ചോദിക്കുവാൻ തുടങ്ങി. അവൻ്റെ അമ്മയോടും ചോദിച്ചു. അമ്മ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ മകൻ അങ്ങേക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചൊരു വ്യക്തിയാണ്. അവൻ്റെ ജീവിതം പാഴായി പോകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു രാത്രിയിൽ ഇവന് ഉപയോഗിച്ചിരുന്ന ബൈബിൾ അതെടുത്ത് തുറന്നു നോക്കിയപ്പോൾ അവർ കണ്ടത് അവൻ്റെ 3 പ്രതിജ്ഞയാണ്. ആദ്യത്തേത്, എനിക്ക് കരുതൽ ധനം വേണ്ട. രണ്ടാമത്തത്,
പിൻവാങ്ങുവാൻ ആവുകയില്ല. മൂന്നാമത്, മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവൻ എഴുതിയ മൂന്നാമത്തെ കാര്യം, നഷ്ടബോധമില്ല. അമ്മയ്ക്ക് മനസ്സിലായി യാതൊരു തരത്തിലുള്ള നഷ്ടബോധമില്ലാതെയാണ് എൻ്റെ മകൻ മരിച്ചതെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഇത് ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയാണ് തിരിച്ചറിഞ്ഞ അമ്മ ദൈവത്തിന് നന്ദി പറയുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏത് ദുഃഖത്തിനും ഏത് ദുരന്തത്തിനും ഒരർത്ഥമുണ്ട്. അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലിയൊരു ദുരന്തമായിരുന്ന ഈ അകാല മരണം അമേരിക്കയിലെ അനേക യുവാക്കളെ സ്വാധീനിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. വില്യമിൻ്റെ ഈ ഉന്നതമായിട്ടുള്ള ആദർശം സ്വീകരിച്ചുകൊണ്ട് നൂറുകണക്കിന് യുവാക്കൾ, അതും സമ്പന്നരായ യുവാക്കൾ, അവരുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിച്ച് മിഷണറിമാരായി മാറി എന്നുള്ളതാണ് ഈ മരണത്തിൻ്റെ ഒരു പിൻപത്രമായിട്ട് നമ്മൾ കാണേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടപ്പാടിൻ്റെയും സങ്കടങ്ങളുടെയും വേദനകളുടെയും നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന് 8-ാം വാക്യം പറയുന്നു, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിനെ എങ്ങനെ കെട്ടിപ്പിടിക്കണം? ദൈവമേ എന്നെ കൈവിടരുതേ, കെട്ടിപ്പിടിക്കണം. അങ്ങനെ ദൈവത്തോട് നിങ്ങൾ ദുരന്തങ്ങളുടെ നാളുകളിൽ നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. നിങ്ങൾക്ക് അനുഭവിക്കുവാൻ പറ്റാത്ത അത്രയും വലിയൊരു ആത്മീയ ശക്തിയാൽ ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ കുറിച്ചാണ് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതം എത്ര തകർന്നതാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ഭീകരമായ ഗർത്തത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റുവാൻ സാധിക്കുന്ന 42 സങ്കീർത്തനം 42 പാറമേൽ നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ ശക്തി, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഒരിക്കലും നമ്മളെ കൈവിടില്ലാത്ത ആ സ്നേഹത്തെ നമുക്ക് ഓർത്ത് ആ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമുക്ക് ഓർക്കാം, ഇതേപോലെ വേദനയിലൂടെ കടന്നു പോകുന്ന കോടിക്കണക്കിന് മക്കൾ ഈ ഭൂമിയിലുണ്ട്. അവരെയും കർത്താവിൻ്റെ വചനം അറിയിക്കണം, കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശാലോം പീസ് ഫെലോഷിപ്പിൽ, റോസറി ഫെലോഷിപ്പിൽ അംഗങ്ങളായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ പ്രാർത്ഥന വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഈ കൂട്ടായ്മയെ ദൈവം കൂടുതൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കാം. നിങ്ങളുടെ കുടുംബത്തെ ഈശോ അറിയുന്നുണ്ട്. കുടുംബത്തിലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവ് അറിയുന്നുണ്ട്. കടബാധ്യതകൾ അറിയാത്തവനല്ല ദൈവം. അവിടുന്ന് സർവ്വതും അറിയുന്നുണ്ട്. പഠിച്ചിട്ടും മക്കൾക്ക് ജോലി കിട്ടാത്തതിൻ്റെ വേദന ഈശോ അറിയുന്നുണ്ട്. രോഗത്താൽ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിനെ കർത്താവ് കാണുന്നുണ്ട്. വഴിതെറ്റിയ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി വെട്ടി തുറക്കുവാൻ സാധിക്കുന്നവനായ സർവശക്തനായ ദൈവം, നിങ്ങളുടെ ഇടയനായ കർത്താവ്, ആ കർത്താവിന്റെ പക്കലേക്ക് നിങ്ങളുടെ ഇരുകരങ്ങളെയും ഉയർത്താം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധമായ കരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നീട്ടണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ചെങ്കടലിനെ വിഭജിച്ചനായ കർത്താവ് ഈ രാത്രിയിൽ തന്റെ കരങ്ങൾ നീട്ടട്ടെ. അത്ഭുതങ്ങൾ കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകളെ അവിടെ തുറക്കട്ടെ. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും.
കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്നെ നോക്കി കാണുന്ന ദൈവത്തെ, അവിടുത്തെ വാക്കുകൾ ശ്രവിക്കാം. നിന്റെ ജീവിതത്തിൽ നീ ഒത്തിരി അപമാനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും നിന്നെ പരിഹസിച്ചു. നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? നീ ഒരു പരിഹാസ വിഷയമാകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കും. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നീ നിന്റെ ദേശത്തിന് അനുഗ്രഹമായി മാറും. കർത്താവ് പറയുന്നു, നീ പാതാളത്തോളം താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം ഞാൻ നിന്നെ ഉയർത്തും. മകനെ, നീ എന്നോട് ചേർന്ന് നിൽക്കുക. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞേ, ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞേ, ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ശാന്തമായി നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, ഷാലോം ഫെലോഷിപ്പ് നൈറ്റ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയൊരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൗത്യമുണ്ട്. ഈ ശുശ്രൂഷയെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അനേകർക്ക് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ, നിങ്ങളുടെ പരിചിതമായ വ്യക്തികളിലേക്ക് ഈ ശുശ്രൂഷയുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ, ഇടവക കൂട്ടായ്മയിൽ, മറ്റ് നിങ്ങളുടെ സുഹൃത്ത് കൂട്ടായ്മകളിലും ബന്ധങ്ങളിലൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈശോയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാം. ഇതൊരു സുവിശേഷ ശുശ്രൂഷയായിട്ട് നമ്മളിലൂടെ ദൈവം ഈ നാളുകളിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആ പരിശുദ്ധാത്മ പ്രചോദനത്തോട് നിങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ നമുക്ക് ദൈവമഹത്വത്തിലേക്ക് വളർത്തുവാൻ നമ്മുടെ സാധ്യതകളെയും സാഹചര്യങ്ങളെയും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ, ഓൺലൈൻ ശുശ്രൂഷയിലൂടെ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാം. ആ വാട്സപ്പ് നമ്പറിൽ വരുന്ന ഓരോ റിക്വസ്റ്റിനും ഈ പ്രെയറിലും തുടർന്നും ഷാലോമിലെ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷകർ വില കൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സൗകര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, സാക്ഷ്യങ്ങൾ, അത് ദൈവ മഹത്വത്തിന് കാരണമായി തീരണം. ആ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ദയവ് ചെയ്ത് അറിയിക്കണം. അത് വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതുപോലെ ഈ ഫെബ്രുവരി മാസം 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചുകൊണ്ട് ഷാലോം SPF അംഗങ്ങളും ഷാലോം റോസറി ഫെലോഷിപ്പിലെ അംഗങ്ങളും ഷാലോം TV വ്യൂവേഴ്സ്, ഷാലോം റീഡേഴ്സ്, ഈ കൂട്ടായ്മയെ സ്നേഹിക്കുന്നവർ, മറ്റുള്ള എല്ലാ വ്യക്തികളെയും ഹൃദയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഫെബ്രുവരി 24-ാം തീയതി ശനിയാഴ്ച തൃശ്ശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ വെച്ചാണ് നമ്മുടെ ശുശ്രൂഷ. 25-ാം തീയതി ഞായറാഴ്ച മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഓഡിറ്റോറിയം. 26-ാം തീയതി തിങ്കളാഴ്ച പാല സെൻറ് മേരീസ് ചർച്ച് പാരിഷ് ഹാൾ ലാലം. 27 ചൊവ്വ എറണാകുളം സെൻറ് മേരീസ് ചർച്ച് പാരിഷ് ഹാൾ ഇടപ്പള്ളി. 28-ാം തീയതി ബുധനാഴ്ച ചങ്ങനാശ്ശേരി സെൻറ് ജോസഫ് ചർച്ച് പാരിഷ് ഹാൾ വെരൂർ. 29-ാം തീയതി തിരുവനന്തപുരം സെൻറ് മേരീസ് കത്തീഡ്രൽ പട്ടം. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ രാവിലെ 9 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 4 മണിക്കാണ് നമ്മുടെ ശുശ്രൂഷ സമാപിക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളൊരു ജപമാല ചൊല്ലണം. ഷാലോം റോസറി ഫെലോഷിപ്പിലെ ധാരാളം അംഗങ്ങൾ കൂട്ടായ്മയിലുണ്ട്. SPF അംഗങ്ങളുണ്ട്. ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒത്തിരി സമർപ്പിച്ചവരുണ്ട്. പ്രിയമുള്ളവരെ,
നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമാഹരിക്കണം. ദൈവജനം അനുഗ്രഹം പ്രാപിക്കണം. യേശുവിൻ്റെ മഹത്വം ഓരോ കൂട്ടായ്മയിലും വെളിപ്പെടണം. അവൻ ഇന്ന് ജീവിക്കുന്ന ദൈവമാണെന്ന് അനേകർക്ക് അനുഭവവേദ്യമാകണം. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു ജപമാല ഈ നിയോഗത്തിനായിട്ട് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് പ്രൈസ് ദി ലോർഡ്.